നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സെയ്ഫ് അലിഖാനെ ആക്രമിച്ച പ്രതിയെ പ്രതിനിധീകരിക്കാൻ രണ്ട് അഭിഭാഷകർ തമ്മിൽ തല്ലായി. കോടതി നടപടിക്രമങ്ങൾക്കിടയിൽ പ്രതി ഷഹസാദിന് വേണ്ടി ഹാജരാകുമെന്ന് അവകാശപ്പെട്ട് ഒരു വക്കീൽ മുന്നോട്ട് വന്നു. എന്നാൽ വക്കാലത്ത് ഒപ്പിടിക്കാനായി ഇയാൾ പ്രതിയുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ മറ്റൊരു വക്കീൽ ഓടിക്കയറി വക്കാലത്തിൽ ഷഹസാദിന്റെ ഒപ്പുവാങ്ങി. ഇത് അടിയായപ്പോൾ രണ്ട് അഭിഭാഷകരോടും ഷഹസാദിനെ പ്രതിനിധീകരിക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. സെയ്ഫ് അലിഖാനെ കുത്തിയ ബംഗ്ലാദേശി മുഹമ്മദ് ഷറീഫുൽ ഇസ്ലാം ഷഹസാദ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പേര് വിജയ്ദാസ്. മുംബൈയിൽ ഒരു ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ വിജയ്ദാസ് എന്ന ഹിന്ദു പേരിൽ ജോലി ചെയ്യുകയായിരുന്നു. പ്രതിയായ ബംഗ്ലാദേശി യുവാവ് മുഹമ്മദ് ഷറീഫുൽ ഇസ്ലാം ഷഹസാദ് എന്തിനാണ് മുസ്ലിം പേര് മറച്ചുവെച്ച് ഇന്ത്യയിൽ എത്തിയ ശേഷം കള്ളപ്പേരുകൾ ഉണ്ടാക്കി ഹിന്ദു പേരെടുത്തത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാണ്. സെയ്ഫ് അലിഖാനെ പോലെ ഇത്രയും ആരോഗ്യമുള്ള ഒരാളെ എങ്ങനെ കുത്തിവീഴ്ത്താൻ മുഹമ്മദ് ഷറീഫുലിന് സാധിച്ചു എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. സെയ്ഫ് അലിഖാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷഹസാദ് മെലിഞ്ഞ ഒരാളാണ്. സെയ്ഫിനെ പോലെ ആരോഗ്യവാനായ ഒരാളെ കുത്തിവീഴ്ത്തണമെങ്കിൽ അത്രയ്ക്ക് നിർഭയനായ ഒരു അക്രമിയാണ് ഷഹസാദ്. കത്തി ഉപയോഗിക്കുന്നതിൽ ഇയാൾക്ക് പ്രൊഫഷണലായ പരിശീലനം ലഭിച്ചിരിക്കണം. ബംഗ്ലാദേശിൽ മതമൗലികവാദ കേന്ദ്രങ്ങളിൽ ഇത്തരം പരിശീലനം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇയാളൊരു പ്രൊഫഷണൽ കില്ലറാണോ എന്നാണ് അറിയേണ്ടത്. ഇതോടെ നടൻ സെയ്ഫ് അലിഖാനെ കുത്തിയ സംഭവത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന പോലീസിന്റെ വാദം അംഗീകരിച്ച് മുംബൈ കോടതി. ഇതിന്റെ ഭാഗമായി പ്രതിയെ 5 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അതേസമയം പ്രതി ഷഹസാദിനെ രക്ഷപ്പെടുത്താൻ വിചിത്ര വാദങ്ങളുമായി വക്കീലെത്തി. ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സെയ്ഫ് അലിഖാനെ കുത്തിവീഴ്ത്തിയ സംഭവം അനാവശ്യമായി ഊതിപ്പെരുപ്പിക്കുകയാണെന്നായിരുന്നു വക്കീലിന്റെ ഒരു വാദം. പ്രതി ഷഹസാദ് ബംഗ്ലാദേശി അല്ലെന്നും ഇന്ത്യക്കാരനാണെന്നുമാണ് വക്കീൽ ഉയർത്തിയ മറ്റൊരു വാദം. എന്നാൽ പ്രതി ഷഹസാദിന് മറ്റു പല പേരുകളും ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ കുഴക്കിയത്. ബിജോയ് ദാസ്, വിജയ് ദാസ്, മുഹമ്മദ് ഇല്യാസ്, ബിജയ് തുടങ്ങിയവയെല്ലാം പ്രതിയുടെ വിളിപ്പേരുകളായിരുന്നു. ഇത്രയേറെ വിളിപ്പേരുകളിൽ സാധാരണക്കാരനായ ഒരാൾ അറിയപ്പെടുക എന്നതിൽ തന്നെ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ വാദം. മുംബൈയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് തന്റെ ഭർത്താവ് സെയ്ഫ് അലിഖാനെ ആക്രമിച്ച നുഴഞ്ഞുകയറ്റക്കാരൻ വളരെ അക്രമാസക്തനായിരുന്നെന്നും ഒന്നിലധികം തവണ കുത്തിയെന്നും എന്നാൽ ഒന്നും മോഷ്ടിച്ചില്ലെന്നും നടി കരീന കപൂർ പോലീസിനോട് പറഞ്ഞു. ഇളയ മകൻ ജഹാംഗീർ എന്ന ജയയുടെ കിടപ്പുമുറിയിലാണ് നുഴഞ്ഞുകയറ്റക്കാരനെ ആദ്യം കണ്ടത്. തുടർന്ന് വീട്ടുജോലിക്കാർ അലാറം ഉയർത്തി. സ്ത്രീകളെ രക്ഷിക്കാൻ സെയ്ഫ് ഇടപെട്ടുവെന്നും അക്രമിയെ ജയിൽ എത്തുന്നതിനു മുമ്പ് തടഞ്ഞെന്നും സെയ്ഫിന് 6 കുത്തേറ്റ സംഭവത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും അപ്പാർട്ട്മെന്റിന്റെ 12ാം നിലയിലേക്ക് മാറ്റിയെന്നും കരീന പറഞ്ഞു. എന്നാൽ തുറസായ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ അക്രമി സ്പർശിച്ചിട്ടില്ലെന്നും താരം വ്യക്തമാക്കി. സംഭവം തനിക്ക് വിഷമവും ഭയവും ഉണ്ടാക്കിയെന്നും സഹോദരി കരിഷ്മ കപൂർ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും കരീന പറഞ്ഞു. ഇതോടെ സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യം ഭർത്താവിന് കുത്തേറ്റപ്പോൾ ഭാര്യ സ്ഥലം വിടുകയാണോ ചെയ്യേണ്ടത് എന്നാണ്. അത് മാത്രമല്ല, ഇതേ ദിവസം രാത്രി 12 മണിക്ക് കരീന കപൂർ പെൺകുട്ടികളുടെ രാത്രി എന്ന് പറഞ്ഞൊരു ചിത്രം പങ്കുവച്ചിരുന്നു. അക്രമത്തിന് ശേഷം ദമ്പതികളുടെ 7 വയസ്സുള്ള മകൻ തൈമൂറും വീട്ടുജോലിക്കാരനുമാണ് രക്തം വാർന്നൊഴുകുന്ന സെയ്ഫിനെ ഓട്ടോറിക്ഷയിൽ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത്. ഫാമിലി കാറുകളൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്നതിനാലും ഡ്രൈവർ ലഭ്യമല്ലാത്തതിനാലും സെയ്ഫിന്റെ മൂത്ത മകൻ ഇബ്രാഹിം അലിഖാൻ പിതാവിനെ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഓട്ടോ ഡ്രൈവറും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരും ഈ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി മൊഴി നൽകിയതോടെയാണ് തൈമൂറാണ് ആശുപത്രിയിൽ എത്തിച്ചെന്ന കാര്യം വ്യക്തമായത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.